ഹായ് മക്കളെ, EVS യൂണിറ്റ് 7 ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും GK ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്. മക്കളതൊക്കെ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, GPS ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? GPS എന്നാൽ ഗ്ലോബൽ പൊസിഷനിങ് സാറ്റലൈറ്റ്. ഇത് തെറ്റാണ്. 2, ഇത് ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു. ശരിയാണ്. 3, GPS പ്രവർത്തിപ്പിക്കാൻ ഇൻ്റർനെറ്റ് സൗകര്യം ആവശ്യമാണ്. ഇതും ശരിയാണ്. 4, GPS ഉപയോഗിച്ച് സ്ഥലം കണ്ടെത്താൻ കഴിയില്ല. അതും ശരിയാണ്. ആൻസർ സി. 2, സ്മാർട്ട് ഫോണിൽ ഇനി പറയുന്നവയിൽ ഏതാണ് GPS പതിവ് ഉപയോഗം? ആൻസർ സി, വഴി കണ്ടെത്താൻ സഹായിക്കുന്നു. 3, പണ്ടുകാലത്ത് മനുഷ്യർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? 1, ആളുകളോട് ചോദിച്ചറിഞ്ഞ്, സൂര്യനെ അടിസ്ഥാനമാക്കി ദിക്ക് തിരിച്ചറിഞ്ഞ്, പ്രകൃതിയിലെ ചില അടയാളങ്ങൾ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ്, നക്ഷത്രത്തിൻ്റെ സ്ഥാനം നോക്കി. ആൻസർ ഇവിടെ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി. 4, രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയ രാമു വടക്കു ഭാഗത്തേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. അപ്പോൾ രാമുവിൻ്റെ നിഴൽ ഏത് ഭാഗത്തായിരിക്കും? ആൻസർ എ, ഇടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, കൺഫ്യൂഷൻ വരാൻ പാടില്ല. രാവിലെ കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. വടക്ക് ഭാഗത്തേക്കാണ് അവൻ നോക്കി നിൽക്കുന്നത്. അപ്പോൾ അവൻ്റെ ഇടത് ഭാഗം പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. ഇനി വൈകുന്നേരം വടക്ക് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന രാമുവിൻ്റെ നിഴൽ വലത് ഭാഗത്തായിരിക്കും. അതായത് പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ നിഴൽ കിഴക്കോട്ടായിരിക്കും. 5, അനുവിൻ്റെ വീടിൻ്റെ മുൻഭാഗം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വീടിൻ്റെ മുന്നിലാണ് അനു പഠിക്കുന്ന സ്കൂൾ. എങ്കിൽ അനുവിൻ്റെ വീട് സ്കൂളിൻ്റെ ഏത് ഭാഗത്താണ്? വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് സ്കൂൾ. സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും വീട്. ആൻസർ സി ആണ്, കിഴക്ക്. 6, റിയ പഞ്ചായത്ത് ഓഫീസിൻ്റെ ചുമരിൽ കണ്ട പഞ്ചായത്ത് ഭൂപടത്തിൽ ഏറ്റവും മുകളിലായാണ് സ്കൂൾ ഉൾപ്പെടുന്ന 18ാം വാർഡ്. എങ്കിൽ പഞ്ചായത്തിൻ്റെ ഏത് ഭാഗത്താണ് റിയയുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ബി, വടക്ക്. അതായത് ചുമരിൽ വെച്ച ഭൂപടത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം വടക്കായിരിക്കും. ഉദാഹരണമായിട്ട് കേരളത്തിൽ വടക്ക് ഭാഗത്ത് മുകളിലുള്ള ഭാഗം കാസർഗോഡാണ്, അത് വടക്ക് ഭാഗമാണ്. 7, വടക്കു നോക്കി യന്ത്രം ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആൻസർ ബി, ദിക്ക് അറിയുന്നതിന്. 8, വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് കണ്ടെത്താവുന്ന ദിശ ഏതാണ്? എല്ലാ ദിശയും കണ്ടെത്താം. ആൻസർ ഡി ആണ്. 9, ആമിനയുടെ വീടിനടുത്തുള്ള കടൽ തീരത്ത് പോയാൽ കടലിനപ്പുറത്തു നിന്നും സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാം. എങ്കിൽ താഴെ പറയുന്നവയിൽ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സൂര്യൻ ഉദിച്ചു വരുന്നതാണ് കാണാൻ കഴിയുന്നത്. ആമിനയുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് കടൽ. ആമിനയ്ക്ക് വൈകുന്നേരങ്ങളിൽ വീടിനടുത്തുള്ള കടൽ തീരത്ത് ചെന്നാൽ കടലിനപ്പുറത്ത് സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ കഴിയില്ല. ആൻസർ സി ആണ്, 2ഉം 4ഉം. 10, താഴെ പറയുന്നവയിൽ വിമാനത്താവളങ്ങളില്ലാത്ത ജില്ല ഏത്? ആൻസർ ബി, കോഴിക്കോട്. ആകെ 4 ജില്ലകളിലാണ് വിമാനത്താവളങ്ങൾ. കോഴിക്കോട് ജില്ലയിലില്ല, അത് മലപ്പുറം ജില്ലയിലാണ്. 1, ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളുമായി ചേർന്ന് നിൽക്കുന്ന കായൽ താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ സി, വേമ്പനാട്ടു കായൽ. 12, കേരളത്തിലെ കൂടുതൽ നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1, കേരളത്തിൻ്റെ കിഴക്കു ഭാഗത്ത് മലനിരകളായതുകൊണ്ടാണിത്. കേരളത്തിൽ കായലുകൾ കൂടുതലായി കാണപ്പെടുന്നത് കിഴക്കു ഭാഗത്താണ്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കടൽ. ആൻസർ സി ആണ്, 1ഉം 3ഉം. 13, പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് തമിഴ്നാട്. ഈ സവിശേഷതയുമായി ബന്ധമില്ലാത്ത ജില്ല ഏതാണ്? ആൻസർ ഡി ആണ്, കണ്ണൂർ. കാരണം കണ്ണൂരിൻ്റെ കിഴക്ക് ഭാഗത്ത് തമിഴ്നാടല്ല, കർണാടകയാണ്. 14, താഴെ തന്നിരിക്കുന്നവയിൽ ദിക്ക് കണ്ടെത്താൻ സഹായിക്കുന്ന മാർഗം ഏതാണ്? എ, നിഴൽ. സി, വടക്കു നോക്കി യന്ത്രം. ഡി, സൂര്യൻ്റെ സ്ഥാനം. ആൻസർ ഡി, എ, സി, ഡി. 15, പുരാതന നാവികർ ധ്രുവ നക്ഷത്രത്തിൻ്റെ സ്ഥാനം നോക്കി കണ്ടെത്തിയിരുന്ന ദിക്ക് ഏതാണ്? ആൻസർ ബി, തെക്ക്.
കുട്ടിക്ക് അഭിമുഖമായി വടക്ക് ദിക്ക് വരുന്ന രീതിയിൽ വടക്ക് നോക്കി യന്ത്രം ക്രമീകരിച്ചാൽ കുട്ടിയുടെ ഇടതുവശം ഏത് ദിക്കിലായിരിക്കും? ആൻസർ ബി, കിഴക്ക്. 17. ഭൂപടങ്ങളിൽ ജലാശയത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ആൻസർ എ, നീല. 18. ഭൂപടങ്ങളിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് എന്താണ്? ആൻസർ സി, കൃഷിയിടം. ഒരു ഭൂപടത്തിൻ്റെ അടിസ്ഥാന ഘടകമല്ലാത്തത്? ആൻസർ സി, റോഡ്. 20. താഴെ തന്നിരിക്കുന്നവയിൽ തുറമുഖമില്ലാത്ത ജില്ല ഏതാണ്? ആൻസർ ബി, കൊല്ലം. 21. താഴെ തന്നിരിക്കുന്നവയിൽ വിമാനത്താവളമുള്ള ജില്ല ഏതാണ്? ആൻസർ ബി, മലപ്പുറം. 22. സമുദ്രതീരമില്ലാത്തതും മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അതിർത്തിയും വരാത്ത കേരളത്തിലെ ജില്ല? ആൻസർ സി ആണ്, കോട്ടയം. 23. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള കായൽ ഏതാണ്? ആൻസർ ഡി, ഉപ്പളക്കായൽ. 24. GPS എന്തിനാണ് ഉപയോഗിക്കുന്നത്? തത്സമയ സ്ഥാനം, സമയം എന്നിവ അറിയാൻ. 25. കേരളത്തിലെ പുഴകളെക്കുറിച്ച് മനു ശേഖരിച്ച വിവരങ്ങൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. എ, ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ശരിയാണ്. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. അതും ശരിയാണ്. സി, 44 നദികളും ഒഴുകിയെത്തുന്നത് അറബിക്കടലിലാണ്. അത് തെറ്റാണ്. ഡി, പമ്പാ നദി ഒഴുകിയെത്തുന്നത് വേമ്പനാട്ടു കായലിലാണ്. ആൻസർ സി ആണ്. 26. ദിക്കറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ബി, വടക്കു നോക്കി യന്ത്രം. 27. എല്ലാ വീടുകളും വൈദ്യുതീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ബി, കേരളം. എല്ലാ വീടുകളിലും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാടാണ്. 28. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ആൻസർ കോട്ടയം. 29. താഴെ കൊടുത്ത സ്ഥലങ്ങളുടെ പ്രാധാന്യം എഴുതുക. സ്ഥിതി ചെയ്യുന്ന ജില്ല കേരളത്തിൻ്റെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുക. സൈലന്റ് വാലി, ആറളം വന്യജീവി സങ്കേതം, ചിമ്മിനി വന്യജീവി സങ്കേതം, എടക്കൽ ഗുഹ. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അറിയാലോ അല്ലേ? സൈലന്റ് വാലി സംരക്ഷിക്കപ്പെടുന്ന മൃഗം സിംഹവാലൻ കുരങ്ങ്. എക്സ്ട്രാ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ മക്കൾ ഓർത്ത് വെക്കണം കേട്ടോ. നെക്സ്റ്റ്, ആറളം വന്യജീവി സങ്കേതം. ഇത് കണ്ണൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം കൂടി ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, ചിമ്മിനി വന്യജീവി സങ്കേതം. ഇത് തൃശ്ശൂർ ജില്ലയിലാണ്. എടക്കൽ ഗുഹ വയനാട് ജില്ലയിൽ. അതുപോലെ കേരളത്തിൻ്റെ ഇന്ത്യൻ്റെ ഭൂപടം സ്ഥാനങ്ങളൊക്കെ മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി 30. കേരളത്തിലെ ഏക പ്രകൃതിദത്ത ഡാം ഏതാണ്? ആൻസർ ബി, ബാണാസുര ഡാം. 21. കേരളത്തിലെ ഓറഞ്ച് തോട്ടങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ആൻസർ എ, നെല്ലിയാമ്പതി. അതുപോലെ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം നെല്ലിയാമ്പതിയാണ്. ഇത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം പാലക്കാട് ജില്ലയിലാണ്. ഏതാണ്? മലമ്പുഴ ഡാം. മക്കളെ, LSS ക്ലാസ് കഴിഞ്ഞാലും നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും നൽകാറുണ്ട് കേട്ടോ. ഓക്കെ, എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലേ തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.